ശ്രീ അനിൽകുമാർ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നതാവും ഉചിതമെന്ന് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ച് ഇടതുമുന്നണി വലിയ തോതിൽ പിന്നിൽ പോകും. കഴിഞ്ഞ തവണത്തെ ഒന്നിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകും എന്ന് കരുതുന്ന മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക പരത്തുന്നതാണോ ഈ എക്സിറ്റ് പോളുകൾ? വിശേഷിച്ച് ഇന്നലെ മനോരമ ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ കൂടി വന്നു. അപ്പോൾ അതിലാകെ 2 സീറ്റ്, പിന്നെ ഒപ്പത്തിനൊപ്പം എന്ന് 2 സീറ്റിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് കണ്ടെത്തൽ. എന്നാൽ UDFിൻ്റെ വോട്ട് വിഹിതം, വോട്ട് ഷെയർ കുറയും എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് നിലവിലുണ്ടായിരുന്ന ആ സീറ്റിൻ്റെ ഒരു മികവാർന്ന 2019 ഒരു ആധിപത്യമുണ്ടല്ലോ, അഡ്വാൻറ്റേജ് ഉണ്ട്, മുൻതൂക്കം. അതിനൊരു കുറവും മനോരമയുടെ എക്സിറ്റ് പോൾ നൽകുന്നില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ആക്സിസ് ഇന്ത്യയുടെ വോട്ട് ഷെയർ നോക്കിയാൽ 29% CPIM LDFിൻ്റെ വോട്ട് വല്ലാതെ താഴും എന്ന് പറയുന്നു. BJPയുമായി ഏതാണ്ട് 2% മാത്രം വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് CPIMനെയും ഇടതുമുന്നണിയെയും ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഏത് നിലയിലാണ് മനസ്സിലാക്കുന്നത്? ഏത് തരത്തിലുള്ള ആശങ്കയാണുള്ളത്? എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്ന ഏജൻസികളെന്ന് പറയുന്നത് സാമ്പത്തിക താല്പര്യങ്ങളുള്ള ഏജൻസികളാണ്. അവർ കൃത്യമായും മൂലധന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളോട് ചേർന്നാണ് എക്സിറ്റ് പോളിൻ്റെ ഫലപ്രഖ്യാപനവും നടത്തുന്നത്. അരവും ചേർന്ന കിന്നരം എന്ന് പറഞ്ഞ പോലെ മൂലധന താല്പര്യങ്ങളുടെ 2 ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഷെയർ മാർക്കറ്റുകളെ കൈകാര്യം ചെയ്യാൻ, പൊതുമണ്ഡലത്തിൽ ഭാവി രാഷ്ട്രീയം വികസിപ്പിക്കാൻ ഒക്കെ എക്സിറ്റ് പോളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്ന് പുതുതായി ഉണ്ടായൊരു കാര്യമല്ല. ഞാൻ നമ്മുടെ ഓർമ്മ പുറയിലേക്ക് പോയാൽ ഏഷ്യാനെറ്റ് തന്നെ ഒരു എക്സിറ്റ് പോളിനകത്ത്, ഒരു സർവേക്കകത്താണ് പത്തനംതിട്ട മണ്ഡലത്തിൽ LDF 3-ാം സ്ഥാനത്താണ് എന്ന് പ്രവചിച്ചത്. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അവിടെ 3-ാം സ്ഥാനത്താണ് എന്ന് മനോരമ ചാനൽ പ്രചരിപ്പിക്കുമ്പോൾ, അല്ലാണ്ട് 3-ാം സ്ഥാനത്ത് വരുമെന്ന് പ്രചരിപ്പിക്കുമ്പോൾ, 2-ാം സ്ഥാനത്ത് വരുമെന്ന് പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഇതേ പത്തനംതിട്ട ഒരു പരീക്ഷണ കേന്ദ്രമായിരുന്നു. എന്താണ് ആ പരീക്ഷണ കേന്ദ്രമായി തീരാൻ കാരണം? ഹിന്ദുത്വ രാഷ്ട്രീയം ശബരിമല മുൻനിർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നടത്തിയ ഒരിടത്ത് അവരുടെ രാഷ്ട്രീയം ചെലവായി എന്ന് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്താനാണ് പത്തനംതിട്ടയിൽ ഈ കടന്നാക്രമണം നടത്തുന്നത്. അല്ലാണ്ട് പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്കിനോട് പ്രത്യേക ഒരു വൈരാഗ്യം ഉണ്ടാകില്ല. എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ വീണ്ടും എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. അത് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ശരത്ത് പറഞ്ഞ കണക്കിലെ ഒരു പ്രധാനപ്പെട്ട ഇല്ലോജിക്കായിട്ടുള്ള കാര്യം പറയണം. എന്താണ് ലോജിക്കല്ലാത്തൊരു കാര്യം? BJPക്ക് 27% വോട്ട് എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? മലപ്പുറത്ത് എത്ര ശതമാനം ഷിഫ്റ്റ് വരാം? പൊന്നാനിയിൽ എത്ര ശതമാനം ഷിഫ്റ്റ് വരാം? അതേപോലെ മതന്യൂനപക്ഷങ്ങൾ ദൃഢീകരിക്കപ്പെട്ട സാന്ദ്രീകരിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഷിഫ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് എവിടെയായിരിക്കും കൂടുതൽ? അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ കേരളമാകെ 27% എന്നല്ല, ചില മണ്ഡലങ്ങളിൽ 35 മേലെ കിടക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ എത്ര മണ്ഡലത്തിലാണ് 35 മേലെ കിടന്നാലാണ് ഈ കണക്കൊക്കുക BJPക്ക്? അതുകൊണ്ട് BJPക്ക് 27% എന്ന് പറയുന്നൊരു കണക്കെന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിലും 2-ാം സ്ഥാനത്തോ 1-ാം സ്ഥാനത്തോ BJP എത്തുന്ന കണക്ക് അവതരിപ്പിക്കാനാണ് ഈ തന്ത്രം. ഇതിലൂടെ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷത്തു നിന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആഖ്യാനം. UDFനാകട്ടെ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പരിക്കില്ലാതെ നിലനിൽക്കും. ഈ ഒരു ആഖ്യാനം പുതുതായി കേരള രാഷ്ട്രീയത്തിൽ ആരംഭിച്ചതല്ല. ഇത് 2 ദശകമായി കേരളത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുജന വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായത് അവരുടെ ജീവിത സമരത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? 2, എല്ലാ മാധ്യമങ്ങളിലും പറയുന്ന ആഖ്യാനം എന്താണ്? നിങ്ങൾ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു, അതുകൊണ്ട് ഹിന്ദു വോട്ട് പോയി. നമ്മൾ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് സംസാരിച്ചത് ഹിന്ദുവിനെതിരായിട്ടല്ല. എവിടെയൊക്കെയാണോ മനുഷ്യൻ മർദ്ദനം അനുഭവിക്കുന്നത്, മർദ്ദിക്കപ്പെടുന്ന മനുഷ്യനോടൊപ്പം നിൽക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടെടുക്കുന്നത്. അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആരുടെ എത്ര വോട്ട് എന്ന് കണക്കാക്കിയിട്ടല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ നിലപാടുകളെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഭാവി രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരും. മാധ്യമങ്ങളുടെ വിശ്വാസ്യത അവർക്ക് പ്രധാനമല്ലേ? ഒട്ടും പ്രധാനമല്ല. എന്തുകൊണ്ട്? മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെ മതബോധ താല്പര്യമുള്ള ഒരു അടിത്തറയിലാണ്. അതുകൊണ്ടോ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അടിത്തറയിലെ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നവർ ഇടതുപക്ഷത്തിനെതിരായി വാർത്തകൾ ചമയ്ക്കുകയും അവർക്കെതിരായി ആഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും നാളെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ പുതിയ ആഖ്യാനങ്ങളുടെ പുറകെ പോവുകയും ചെയ്യും. ഒരു ഉളുപ്പുമില്ല.
33 സീറ്റുകളിൽ LDFനെ പരാജയപ്പെടുത്തി എക്സിറ്റ് പോൾ ഫലം വന്നവർക്ക് പിന്നീട് അതിൻ്റെ പേരിൽ കേരളത്തിലെ സമൂഹത്തോട് എന്തെങ്കിലും നാണം തോന്നിയോ? 4 മന്ത്രിമാർ ഇപ്പോൾ ഇരിക്കുന്നവർ ജയിച്ചിട്ടില്ല. അത് ശൈല ടീച്ചർ മട്ടന്നൂർ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർ വടകര ജയിക്കും എന്ന് പറഞ്ഞതിലാണ് അത്ഭുതം. അതുകൊണ്ട് തന്നെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പിന്നെ നമ്മൾ കാണേണ്ട കാര്യം, ഒരേ ചാനലിൽ തന്നെ ദേശീയ തലത്തിൽ എക്സിറ്റ് പോൾ നടത്തുമ്പോൾ കേരളത്തെക്കുറിച്ച് പറയുന്ന ഫലത്തിന് നേർവിപരീതമാണ് മലയാള മനോരമയിൽ അതേ ഏജൻസി തന്നെ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ മറ്റൊരു രൂപത്തിൽ വരുന്നത്. ദേശീയ തലത്തിൽ വരുമ്പോൾ കേരളത്തിന് LDFന് 0, LDFന് സീറ്റില്ല, UDFന് BJPക്ക് 3 സീറ്റ് വരെ. അതേസമയം അപ്പുറത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് LDFന് 0 എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ 2+2, 2 ജയിച്ചു കഴിഞ്ഞു, ഇനി 2 വേണേൽ ജയിക്കാം. ഇതൊന്നുമല്ല ജനവിധിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വരാൻ പോകുന്ന ഭാവി രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കാൻ വലതുപക്ഷത്തിന് മാധ്യമങ്ങൾ അവരുടെ പിന്തുണയോടുകൂടി തയ്യാറാക്കി കൊടുക്കുന്ന തിരക്കഥയാണ്. നാളത്തെ ഫലം വന്നു കഴിയുമ്പോൾ പുതിയ തിരക്കഥകളുമായി അവർ മുന്നോട്ട് പോകും. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പുരോഗമന വിരുദ്ധമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് നാളത്തെ വൈകുന്നേരവും ഇതേ രീതിയിൽ കാണാനാകും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്.